80 മിനിറ്റിന് ശേഷം ഞങ്ങൾ ഗോൾ അടിക്കും. അതുവരെ ഞങ്ങൾ ഗോൾ അടിക്കത്തില്ല. 80 മിനിറ്റിന് ശേഷം ഗോൾ അടിക്കും, ഇല്ലെങ്കിൽ എഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കും, കളി ജയിക്കും. ഇതായിരുന്നു ലിവർപൂളിന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് ഈ സീസണിൽ. അവർ കളിച്ച മത്സരങ്ങളിൽ 6 അവർ ഈ രീതിയിലായിരുന്നു ജയിച്ചിരുന്നു. ഒന്നില്ലെങ്കിൽ 80 മിനിറ്റിന് ശേഷം ഗോൾ അടിക്കുക, അല്ലെങ്കിൽ എഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുക, ജയിക്കുക. ഇതാ ക്രിസ്റ്റൽ പാലസ് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. എഞ്ചുറി ടൈം ഗോളിൽ ക്രിസ്റ്റൽ പാലസ് 1-2 ഗോളുകൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി. ഈ സീസണിൽ അവരുടെ ആദ്യത്തെ പരാജയമാണ്. മൊത്തം എല്ലാ കോമ്പറ്റീഷനും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ ലിവർപൂളിന്റെ ആദ്യത്തെ പരാജയമാണ്. അവർ ചെയ്യുന്ന അതേ കാര്യം, അതായത് എഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുക, ജയിക്കുക. ക്രിസ്റ്റൽ പാലസ് അതാണ് ചെയ്തിട്ടുള്ളത്. 90+7 മിനിറ്റിലാണ് അവർ ക്രിസ്റ്റൽ പാലസിന്റെ ഗോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയറിലെ മറ്റൊരു മത്സരം കൂടി ഇതുപോലെ ഒരു എഞ്ചുറി ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടോട്ടൻഹാം വോൾവർഹാംപ്ടൺ മത്സരം 1-1 സമനിലയാണ്. ഇത് ടോട്ടൻഹാം സമനില ഗോൾ നേടുന്നത് എഞ്ചുറി ടൈമിലായിരുന്നു, 90+4 മിനിറ്റിലാണ്. പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്നിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 1-5 ഗോളുകൾക്ക് ബേൺലിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അറിയാലോ, ബേൺലി അത്ര വലിയൊരു സ്ട്രോങ് സൈഡൊന്നും അല്ലെങ്കിൽ പോലും 1-5 ഗോളിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അംഗീകരിച്ചു കൊടുക്കണം. സിറ്റി അവരുടെ ആ ഒരു സ്ട്രോങ് പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-5 ഗോൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ഗോളുകൾ 90 മിനിറ്റിന് ശേഷം, 90 മിനിറ്റിലും എഞ്ചുറി ടൈമിലുമായിട്ട് എർലിംഗ് ഹാലൻഡ് ആയിരുന്നു സ്കോർ ചെയ്തിട്ടുള്ളത്. അവരുടെ ഗോൾ മിഷൻ ആ ഒരു പഴയ ആ ഒരു ഫോമിലേക്ക്, അദ്ദേഹം വന്ന സീസണിലൊക്കെ ഉള്ള ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 2 മത്സരങ്ങൾ കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്ന്, യുണൈറ്റഡ്. എന്താ ചെയ്യുക? കഴിഞ്ഞ മത്സരം ചെൽസിയെ തോൽപ്പിച്ചതിന് ശേഷം യുണൈറ്റഡ് ഈസ് ബാക്ക്. ഇപ്പോഴാണ് ആ പേര് കറക്റ്റ് ആയത്. ഇപ്പൊ കറക്റ്റായിട്ട് ബാക്കായി, വീണ്ടും തോറ്റിരിക്കുകയാണ്. അതും ബെൻഫോർട്ടിനോട് 1-3 ഗോളിന്റെ ഒരു കനത്ത പരാജയം. ഈ മത്സരത്തിലെ പ്ലേയേഴ്സിന്റെ ഒക്കെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആർക്ക് വേണം? എനിക്ക് വേണം. അങ്ങനത്തെ ഒരു പോരാട്ടമായിരുന്നു ഇവരുടെ പ്ലേയേഴ്സിന് തമ്മിൽ നടന്നിട്ടുള്ളത്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അവർ നടത്തിയിട്ടുള്ളത്. അറിയാലോ, കഴിഞ്ഞ മത്സരം ജയിച്ചു, ചെൽസിയോട് നല്ല രീതിയിൽ കളിച്ച് ജയിച്ചു. അതിനുശേഷം ഈ മാച്ച് ഉദാഗാവാന്ന് കിടപ്പുണ്ട്. അടുത്ത് ചെൽസിയെ തന്നെയാണ് അടുത്ത് പറയേണ്ടത്. ചെൽസി എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ടീം എങ്ങനെ കഴിഞ്ഞ സീസണിലെ ടോപ്പ് ടീമായ PSG തോൽപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് നേടി? കഴിഞ്ഞ മാച്ച് തോറ്റു, ഈ മാച്ച് ഇപ്പൊ അവർ തോറ്റിരിക്കുകയാണ്. അവരുടെ തോൽവി എന്ന് പറയുന്നത് 1-3 ഗോളിന്റെ തോൽവിയാണ്. ബ്രൈറ്റനെതിരെ റെഡ് കാർഡൊക്കെ വാങ്ങിയിരുന്നു. എന്ത് തന്നെ ആണെങ്കിലും തോൽവി തന്നെയാണല്ലോ, അതിലൊന്നും പറയാനില്ല. 53 മിനിറ്റിലാണ് റെഡ് കാർഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് സമയം 10-30 മിനിറ്റോളം അവര് 2 പേരെ, ഒരാളെ കുറച്ച് 10 പേരെ വെച്ചായിരുന്നു കളിച്ചിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചെൽസി ഇപ്പൊ തുടർച്ചയായ 2ാമത്തെ തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ മാച്ച് യുണൈറ്റഡോട് തോറ്റു. യുണൈറ്റഡ് അറിയാലോ, അത് കാറ്റടിച്ചാൽ വീഴുന്ന യുണൈറ്റഡ് എങ്ങനെയോ ചെൽസിയെ തോൽപ്പിച്ചു എന്ന് പറയാം. ഇപ്പൊ ബ്രൈറ്റനുമായിട്ടും തോറ്റിട്ടുണ്ട്. ശുഭം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ചെൽസി എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, ഇപ്പോഴും PSG ഇവരെങ്ങനെ തോൽപ്പിച്ച് കപ്പടിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല. നോർമലി അറിയാം ചെൽസിയുടെ ആ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ, ചെൽസിയുടെ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് അറിയാലോ. അവർ ഈ നോക്കൗട്ട് റൗണ്ട് മാച്ചസ് ഒക്കെ വരും, അതായത് ക്ലബ് വേൾഡ് കപ്പ് ആകട്ടെ, ചാമ്പ്യൻസ് ലീഗ് ആകട്ടെ, അങ്ങനെയുള്ള ടൂർണമെന്റിലൊക്കെ അവരുണ്ടെങ്കിൽ പേടിക്കണം. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കപ്പ കൊണ്ടുപോയി കളയും. അതാണ് ചെൽസി. അപ്പൊ ഈ ഒരു മാച്ച് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇന്നലെ നടന്നിട്ടുള്ള മത്സരങ്ങളുടെ ആ ഒരു റിസൾട്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യണം.